അല്ല കൊള്ളാം, നല്ലതായിരുന്നു. ലൂസിഫറിൻ്റെ തട്ട് താണനയ്ക്കും അങ്ങനെയാണ് പറയാനുള്ളത്. പിന്നെ മോഹൻലാലിൻ്റെ അടുത്ത് കോട്ടൊന്ന് ഓൾട്ടർ ചെയ്തിട്ട് നിന്നിരുന്നെങ്കിൽ അത് അടിപൊളിയായിരുന്നു തന്നെ, കാരണം കോട്ട് കുറച്ച് ലൂസായിരുന്നു. ആവറേജ് ആണ്. അതെ അതെ, പടം കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അല്ല, ഇവിടെയൊക്കെ ഉള്ളത് തന്നെയാണ്. ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നത്, ഇങ്ങോട്ട് വന്നു. അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല. അല്ല, സ്കെയില് മാറിയല്ലോ, അപ്പോൾ ഒരു ഇമോഷണൽ കണക്ട് ഇല്ലാത്ത പോലെ തോന്നിയത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. മേക്കിംഗ് എല്ലാം കൊള്ളാം. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കണക്ട് കുറവാന്ന് തോന്നി, അത്രേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ലൂസിഫർ എമ്പുരാനിലോട്ട് എത്തിയപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ? അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ? എങ്ങനെയാണ് പ്രതീക്ഷകളെന്ന് പറയുമ്പോൾ ലൂസിഫറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് പറയാനേ കാട്ടിയും ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നല്ല പടമായിരുന്നു. ഡീഗ്രേഡിങ് എനിക്ക് തോന്നുന്നു എല്ലാവരും ലൂസിഫറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ. പിന്നെ ലാലേട്ടനധികം ലാലേട്ടനുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ലാലേട്ടൻ ഇങ്ങനെയൊക്കെ, പക്ഷെ അതധികം വന്നില്ല. അതെ, അത് പ്രതീക്ഷിക്കുന്നു, അത് കിട്ടാതെ പോയി. പക്ഷെ വേറൊരു രീതിയിലെടുത്ത ഒരു ട്രിലോജി ആണെന്ന് പുള്ളി നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു വേയിൽ നോക്കുമ്പോൾ നൈസാണ്. പക്ഷെ ഒരു ഇത്രയും ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒക്കെ വെച്ചുമ്പോൾ ക്യാമറയൊക്കെ നൈസായിരുന്നു, വെഹിക്കിൾസിൻ്റെ യൂസേജ് ഒക്കെ നൈസായിരുന്നു, എല്ലാ ബ്ലാസ്റ്റ് ഒക്കെ ഭയങ്കര അമേസിങ് ആയിരുന്നു. നമ്മൾ മലയാള സിനിമ ഈ ഒരു ലെവല് അടിപൊളിയാണ്. മേക്കിംഗ് പുള്ളി നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് സ്ക്രിപ്റ്റ് അതുപോലെ ഫോളോ ചെയ്ത് നന്നായിട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പുതുമുഖ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ന്യൂ ഫേസസ് ഒരുപാടുണ്ടല്ലോ. അത് ഈ പടത്തിൽ എത്രത്തോളം നന്നായിട്ട്, പ്രത്യേകിച്ച് ഗെയിം ഓഫ് ത്രോൺസിൽ പുള്ളി നല്ല രസമായിരുന്നു. ലൈക്ക് ഭയങ്കര നല്ലൊരു ഓറ ഉണ്ടായിരുന്നു പുള്ളിക്ക്. പുള്ളിയുടെ സീൻസ് ഒക്കെ സൂപ്പറായിരുന്നു. അതെ അതെ, കാരണം ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ അടുത്ത് പോകുന്നുണ്ട്, അപ്പം നമ്മൾ എന്തായാലും അടുത്ത കാണേണ്ടി വരും. നല്ല പടം. ലൂസിഫറിൽ നിന്ന് താഴോട്ടാണ്, പക്ഷേ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. കുഴപ്പമില്ല ബ്രോ, വിചാരിച്ച ആ ഒരു എക്സ്പെക്ടേഷന് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം കുറച്ച് എൻഗേജിങ് ആയിരുന്നു. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ സെക്കൻഡ് ഹാഫിൽ കണ്ടില്ല, തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് പാർട്ട് എങ്ങനെ മുരളി ഗോപി ചെയ്തോളൂ, അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ വന്നിട്ടില്ല. കുറച്ചും കൂടി നല്ലോണം എടുക്കാന്നുള്ള രീതി തോന്നിയത്. BGM കുറച്ചും കൂടി സ്കോർ ചെയ്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. മേക്കിംഗ് വൈസ് പടം നല്ല എൻഗേജിങ് ആണ്, പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് എനിക്കൊന്ന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ തോന്നിയിരുന്നു. ഇത്രയും നോക്കാം. പ്രതീക്ഷ കുഴപ്പമില്ല, പക്ഷേ ലൂസിഫറിന്റെ സീൻ, അതായത് നമ്മളുടെ സ്റ്റീഫന്റെ സീനാണ് അത് അടിപൊളിയായിട്ട്. ആ ഓറ കിട്ടിയിട്ടില്ല. കോട്ടിനേക്കാളും നല്ലത് സ്റ്റീഫൻ അടിപൊളിയാണ്. ക്വാളിറ്റി അടിപൊളി, മ്യൂസിക് എല്ലാം കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ക്യാമിയോ, അവസാനത്തെ ക്യാമിയോ, പ്രണവിന്റെ സീൻ അടിപൊളിയായിരുന്നു. കൊള്ളാം, അടിപൊളി. ഞാൻ കണ്ടതിൽ ഇപ്പം മലയാളം സിനിമയിൽ വെച്ച് തന്നെ അടിപൊളി, ഒരു ഹോളിവുഡ് ലെവൽ അത്രേ ഉള്ളൂ. അത് ഇത്രയും കാശിറക്കി പടങ്ങളുടെ ആ ക്വാളിറ്റി അത് വേണം. ഒരു ഹോളിവുഡ് ലെവൽ പടം തന്നെയാണ്. കട്ട വെയിറ്റിംഗ്. കൊള്ളാൻ, ഇഷ്ടപ്പെട്ടു, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഓക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നടിയാണ്. ഓക്കെ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. ലൂസിഫറിൻ്റെ അത്രയും ആയിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും ഒരു മലയാള സിനിമ എന്ന് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട പടമാണ്. നല്ലതായിരുന്നു, രണ്ടും നല്ലതായിരുന്നു. BGM ഇടയ്ക്ക് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ഓവറോൾ നല്ലതായിരുന്നു. ക്യാമറ നമുക്കൊന്നും പറയാനില്ല, നല്ല ഇതായിരുന്നു. പെർഫോമൻസ് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഇത് അതെ, മഞ്ജു വാര്യർ ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉള്ള ഒരു റോള് ഉണ്ട്. ഓവറോൾ നല്ല പടമാണ്, പക്ഷേ അവർ കൊടുത്ത ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക്, ഇത് ഞാൻ സെക്കൻഡ് ടൈം വാച്ച് ചെയ്യുന്നത്, എനിക്ക് സെക്കൻഡ് ടൈം വാച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു പടം.